ഹലോ, ഹായ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വലിയ ജാഫർ. ഇന്നത്തെ എൻ്റെ ടോപ്പിക് സ്റ്റെപ്പ് ഔട്ട് ഓഫ് ദ കംഫർട്ട് സോൺ ആൻഡ് ഗെറ്റ് റെഡി ടു ഫേസ് ദ ചാലഞ്ചസ്. എങ്ങനെയൊക്കെ നമ്മൾ ഈ കംഫർട്ട് സോണിനെ ബ്രേക്ക് ചെയ്തിട്ട് ചാലഞ്ചസിനെ ഫേസ് ചെയ്യാൻ പറ്റും നമുക്ക്. നമ്മൾ ഈ കംഫർട്ട് സോൺ എന്ന് പറയുന്നത് ഡേഞ്ചറസ് സോൺ. പക്ഷേ ഈ ഡേഞ്ചറസ് സോണിൽ നമ്മൾ എങ്ങനെ ഫേസ് ചെയ്യും? ഡേഞ്ചറസ് സോണിൽ നമ്മൾ ഫേസ് ചെയ്യാൻ നമ്മൾ കുറേ റിസ്ക് എടുക്കണം, കുറേ ചാലഞ്ചസ് ഫേസ് ചെയ്യേണ്ടി വരും. എന്നാലും കുഴപ്പമില്ല, കംഫർട്ട് സോണിൽ നിന്ന് പുറത്തിറങ്ങാൻ നമ്മൾ വളരെ അത്യാവശ്യമുള്ള കാര്യം. കംഫർട്ട് സോൺ എന്ന് പറയുന്നത് ഒരു ഫീമെയിലാണ്, ഒരു ഞാൻ വൈഫാണ്, ഒരു മദറാണ്. പക്ഷെ നമ്മളെന്നും നമ്മുടെ നീഡ്സൊക്കെ അന്നത്തെ നീഡ്സൊക്കെ ഫുൾഫില്ലായി പോകുന്നതുകൊണ്ട് തന്നെ നമ്മൾ ആ കംഫർട്ട് സോണിലിരിക്കാൻ ഭയങ്കര എല്ലാവരും അതെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാൻ ഒരിക്കലും ആഗ്രഹിക്കില്ല. പിന്നെ ഒരു മെയിലാണെങ്കിൽ തന്നെ അന്നത്തെ നീഡ്സൊക്കെ നടന്നു പോകുന്നുണ്ട്. മക്കളുടെ ആണെങ്കിലും വൈഫിൻ്റെ ആണെങ്കിലും എല്ലാവരുടെയും പാരൻസിൻ്റെയൊക്കെ നടന്നു പോകുന്നുണ്ടെങ്കിലും അവരും ആ കംഫർട്ട് സോണിൽ അവരും സേഫായി തോന്നും. പക്ഷെ അങ്ങനെ സേഫായി പോയി കഴിഞ്ഞാണ്ടല്ലോ പിന്നെ ഇവർക്കൊരിക്കലും ഈ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാൻ തീരെ തോന്നില്ല. ഇതിൻ്റെ മുകളിൽ നല്ല നല്ല ഒരുപാട് സക്സസ്ഫുൾ മൈൻഡ് സെറ്റ് ഉള്ള പീപ്പിൾ നോക്കാൻ, ഗ്രോ ചെയ്യുന്നവരെ നോക്കാൻ അവർ ആഗ്രഹിക്കുകയില്ല. ഈ ഗ്രോ ചെയ്യുന്നവരെ നോക്കിയിട്ട് വേണം നമ്മൾ ജയിക്കാൻ. ഗ്രോ ചെയ്യുന്നവരുടെയും അവരെങ്ങനെ ഗ്രോ ചെയ്തത്, അവരുടെ തോട്ട് പ്രോസസ്സ് എന്താ എന്നൊക്കെ നമ്മൾ ചിന്തിക്കണം. ഇന്ന് നമുക്ക് എല്ലാ ഫെസിലിറ്റീസും അവൈലബിളാണ്. ഫോൺ, ഡിജിറ്റലായിട്ടുള്ള എല്ലാ ഡിവൈസസും നമ്മുടെ കയ്യിൽ അവൈലബിളാണ്. ഇവരൊക്കെ ഇങ്ങനെ ഗ്രോ ചെയ്യുന്നത്, അല്ലാതെ അവരെ കുറ്റം പറയുന്ന സമയം കൊണ്ട് ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം ലുലുവിൻ്റെയൊക്കെ ഈ സഡൻ ഗ്രോത്തൊക്കെ എങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ഈ സഡൻ ഗ്രോത്തൊക്കെ അങ്ങനെ സാധാരണക്കാരനായിട്ടുള്ള എൻ്റെ നാട്ടുകാരനാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഐ എം പ്രൗഡ്. പക്ഷെ അങ്ങേരുടെ ഗ്രോത്തൊക്കെ വളരെ സഡനാണ്. അങ്ങേരുടെ തോട്ട് പ്രോസസ്സൊക്കെ ഭയങ്കര ഹൈ ആണ്. അപ്പോൾ അതങ്ങനെ ഹൈ എനർജി വൈബ്രേഷനുള്ള ഒരാളാണ് അങ്ങേര്. അപ്പോൾ അതുപോലെ തന്നെ അങ്ങനെ നമ്മൾ ഹൈ എനർജി വൈബ്രേഷനിലും ഹൈ തോട്ട് പ്രോസസ്സും നമ്മുടെ മൈൻഡ് സെറ്റും ഹൈ ആക്കി വെച്ചാൽ എന്തെങ്കിലും നമുക്ക് ഗ്രോ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളല്ലാതെ നമ്മുടെ കംഫർട്ട് സോണിൽ ഇരുന്നിട്ട് ഇങ്ങനെ അവരൊക്കെ വളർന്നത് അവരുടെ ഇന്ന കാരണം കൊണ്ടായിരിക്കും. പിന്നെ നമ്മളിങ്ങനെ ഒരു എക്സ്ക്യൂസസ് കാണാതെ നമ്മൾ കംഫർട്ട് സോണിനെ ബ്രേക്ക് ചെയ്യാം. നമ്മൾ കംഫർട്ട് സോണിനെ ബ്രേക്ക് ചെയ്ത് നമ്മൾ മൈൻഡ് സെറ്റ് മാറ്റണം. അതായത് നമ്മൾ ഗ്രോത്ത് മൈൻഡ് സെറ്റിലേക്ക് മാറ്റണം. അതായത് ഇതൊന്നും പോരാ, ഞാൻ ഒന്നും കൂടി നല്ല ഹൈ ലൈഫ് സ്റ്റൈൽ അർഹിക്കുന്ന ഒരാളാണ്. എൻ്റെ ലൈഫ് സ്റ്റൈൽ ഇതൊന്നുമല്ല, ഞാൻ ഗ്രോ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണ്. എൻ്റെ തോട്ട് പ്രോസസ്സിനെ മാറ്റണം എന്ന് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. നമ്മൾ ജനിച്ചത് ചിലപ്പോൾ അത്രയും നല്ല സർക്കംസ്റ്റൻസിലൊന്നും ആയിരിക്കില്ല. പക്ഷെ നമ്മൾ മരിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. നമ്മളുടെ ആക്ഷൻസ്, നമ്മളുടെ തോട്ട് പ്രോസസ്സൊക്കെ നമ്മൾ ഇവിടെ ചെയ്തു വെക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മളാണ് തീരുമാനിക്കേണ്ടത്. എങ്ങനെ നമ്മൾ മരിച്ചു പോകണം, നമ്മുടെ ഇൻഡിവിജ്വാലിറ്റി, നമ്മുടെ ഐഡൻറ്റിറ്റി, അതൊക്കെ നമ്മളാണ് തീരുമാനിക്കേണ്ടത്. നമ്മളിവിടെ ചെയ്തു വെക്കുന്ന കാര്യങ്ങൾ വെച്ചാണ് നമ്മളുടെ മരണശേഷം നമ്മൾ അറിയപ്പെടുന്നത്. അപ്പോൾ അത് നമ്മുടെ കയ്യിലാണ് വരും. നമ്മൾ എന്തെങ്കിലും ചെയ്തു വെക്കണം. അത് നമ്മൾ ഈ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് അത്യാവശ്യമാണ്. ഈ കംഫർട്ട് സോൺ എന്ന് പറയുന്നത് ബ്രേക്ക് ചെയ്താലേ നമ്മളിലേക്ക് ഒരു ഹൈ എനർജി വരുള്ളൂ. ഹൈ തോട്ട് പ്രോസസ്സ് ഉള്ളവർക്ക് ഹൈ എനർജി ഉള്ളൂ. ഹൈ എനർജി ഉള്ളവർക്ക് മണി ഫ്ലോ വരുള്ളൂ. ഈ മണി ഫ്ലോ എന്ന് പറയുന്നത് മണി എന്ന് പറയുന്നത് എനർജി ആയതുകൊണ്ട് തന്നെ ഈ അബൻഡൻസ് ഓഫ് മണി എന്നൊക്കെ പറയുന്നത് നല്ല എത്തിക്സോട് കൂടിയിട്ട്, എല്ലാ എത്തിക്സും റിലീജിയസ് ആവട്ടെ, റിലേഷൻഷിപ്പിലാവട്ടെ, കരിയറിലാവട്ടെ, എല്ലാത്തിലും എത്തിക്സൊക്കെ ഫോളോ ചെയ്യുന്നവരൊക്കെ എത്തിക്സും ഫോളോ ചെയ്യണോടെ ലൈഫിൽ. എത്തിക്സൊന്നും കൈവിടാതെ പിടിക്കണം. എന്നാലേ ഈ മണിയുടെ ഫ്ലോ നമ്മളിലേക്ക് വരുള്ളൂ. നമ്മൾക്ക് ഏത് റിലീജിയൻ ഫോളോ ചെയ്ത ആൾക്കാണെങ്കിലും ആ റിലീജിയൻ്റേതായ കുറച്ച് എത്തിക്സ് ഉണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ ആ എത്തിക്സൊക്കെ നമ്മൾ ഫോളോ ചെയ്യാം. അപ്പോൾ ആ റിലേഷൻഷിപ്പിലാണെങ്കിൽ നമ്മൾ എത്തിക്സൊക്കെ ഫോളോ ചെയ്യാം. ആ എത്തിക്സൊക്കെ ഫോളോ ചെയ്ത് പോണവർക്ക് ഈ മണി ഫ്ലോ വരുള്ളൂ. ആ മണി ഫ്ലോ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഗ്രോത്ത് മൈൻഡ് സെറ്റ് മാറ്റും. ആ ഗ്രോത്ത് മൈൻഡ് സെറ്റ് മാറ്റിക്കഴിഞ്ഞാൽ തന്നെ നമ്മളുടെ ലൈഫ് സ്റ്റൈൽ മാറ്റും. നമ്മൾ ലൈഫ് സ്റ്റൈൽ മാറ്റുമ്പോൾ നമുക്ക് പിന്നെ ചാരിറ്റിയിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങും. ചാരിറ്റി ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴൊക്കെയാണ് നമ്മളും അവരും നമ്മുടെ ഒരു വിധത്തിന് നമ്മൾ എന്തുണ്ടാക്കുന്നതിനും ഒരു വെൽത്തിൻ്റെ ഒരു ഷെയർ അവരുടേതാണ്.
ഇപ്പോൾ നമ്മുടെ ടീച്ചർ അലി സക്കാത്ത് എന്നൊക്കെ പറയും, അവരുടെ വിഹിതം അത് നമ്മൾ കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. അതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഗ്രോ ചെയ്യണം, നമ്മൾ തന്നെ അറിയില്ല. അപ്പോൾ ഈ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യണം, നമ്മളങ്ങനെയൊക്കെ കൊടുക്കണം. നമ്മളത് ജസ്റ്റ് വിഷ്വലൈസ് ചെയ്യുക, നമ്മൾ റിച്ച് ആവുന്നത്, അങ്ങനെ വിഷ്വലൈസേഷനൊക്കെ നടത്തുക. അങ്ങനെ വിഷ്വലൈസേഷൻ നടത്തുക, അതായത് ഫുൾ പ്യുവർ മൈൻഡഡ് ആൻഡ് പ്യുവർ ഇൻറ്റൻഷൻസോട് കൂടിയിട്ട് ഫോർഗീവ് ഒക്കെ ചെയ്ത് ലൈഫിൽ എല്ലാവരോടും നമ്മൾ കുറ്റം പറയാനും ബ്ലെയിം ചെയ്യാനും എക്സ്ക്യൂസസ് കാണുന്ന സമയം കണ്ടെത്താതെ, പിന്നെ എസ്പെഷ്യലി ഇത് നാളെ നെക്സ്റ്റ് ചെയ്ത് ഇന്നാ ചെയ്യാം എന്ന് മാറ്റി വെക്കരുത്. ഈ 2025 ഓരോ ഡേയ്സും പ്രിഷ്യസ് ആണ്. പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്ന സംഭവം കംപ്ലീറ്റ് ആയിട്ട് മാറ്റി വെക്കാം. എന്നിട്ട് ആക്ഷൻ ടേക്കിങ് നമ്മൾ പെട്ടെന്ന് സഡൻ ക്യുക്കായിട്ട് എടുക്കുക. നമുക്ക് വേണ്ട ആക്ഷൻസ് ഇന്നും അധികം നാളൊന്നുമില്ല ഭൂമിയിലില്ല എന്ന് വിചാരിച്ചിട്ട്, എന്നാലും നാളെ എന്ന് പറയുന്ന ദിവസം മാറ്റി വെക്കുന്ന ഒരു കാര്യവും നാളെ എന്ന് പറയുന്ന ദിവസം നമ്മുടെ ലൈഫിലില്ല. ഇന്ന് എന്ത് ആക്ഷനും നമ്മൾ എടുക്കണോ അത് നമ്മൾ ഒരു 2 മിനിറ്റെങ്കിലും ആ ആക്ഷൻ നമ്മൾ ഇന്ന് എന്തെങ്കിലും തുടങ്ങി വെക്കുകയും ചെയ്യുക, സ്റ്റാർട്ട് ചെയ്ത് വെക്കുകയും ചെയ്യുക. അങ്ങനെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ആയിത്തീരാൻ പറ്റും. ഒരു ആക്ഷൻ നാളേക്ക് വെക്കണ ആക്ഷൻ, അതിൻ്റെ ഒരു ജസ്റ്റ് 5 മിനിറ്റ് ആ ആക്ഷൻ നമ്മൾ നാളേക്ക് മാറ്റി വെക്കുന്ന ആക്ഷൻ 5 മിനിറ്റെങ്കിലും ഇന്ന് തുടങ്ങി സ്റ്റാർട്ട് ചെയ്ത് വെക്കുക. ഒരു 5 മിനിറ്റ് റൂൾ എന്നൊക്കെ അതിനെ പറയും. ഈ പ്രോക്രാസ്റ്റിനേഷൻ ഒഴിവാക്കാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. കാരണം നാളെ എന്ന് പറയുന്ന ദിവസം ഇല്ല, അതങ്ങനെ നാളെ എന്ന് പറഞ്ഞിട്ട് പോയിക്കൊണ്ടേയിരിക്കും. അങ്ങനെ നമ്മൾ ആക്ഷൻസ് ക്യുക്കാക്കുക, സഡനാക്കുക. പിന്നെ നമ്മുടെ കംഫർട്ട് സോൺസിൽ നിന്നൊക്കെ നമ്മൾ ബ്രേക്ക് ചെയ്ത് പോവാം. നമ്മൾക്ക് എന്താണ് നേടുന്നത്, മണി വേണമെങ്കിൽ എല്ലാവരും പറയും മണി കാൺ ബൈ ഹാപ്പിനെസ്, പക്ഷെ അത് തെറ്റാട്ടോ. ഓൺലി മണി ക്യാൻ ബൈ ഹാപ്പിനെസ് ആൻഡ് എവറിത്തിങ്. മണിയിലൂടെ നമുക്ക് ഹെൽത്ത്, വെൽത്ത്, ഫെയിം ആണെങ്കിലും, ഫെയിം വരുമ്പോൾ നമുക്ക് ഹ്യൂമിലിറ്റി വേണം. ഹ്യൂമിലിറ്റി ഈസ് ആൻ എത്തിക്. ഇറ്റ് ഈസ് ദാറ്റ് ലീഡ്സ് ടു സക്സസ്. ആൻഡ് പിന്നെ നമുക്ക് എല്ലാതും, അതൊക്കെ നമ്മൾ വലിയ ബിസിനസ്മാനിലും വലിയ എൻ്റർപ്രണേഴ്സിലൊക്കെ കണ്ടുപിടിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ നമ്മൾ സ്പിരിച്വാലിറ്റി, ലൈഫിൽ ഏത് റിലീജിയൻ ഫോളോ ചെയ്യുന്ന ആൾക്കാരിലും സ്പിരിച്വാലിറ്റി ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഉള്ളവരാണ് സക്സസ് ആവുന്നുള്ളൂ. പിന്നെ നമ്മൾ സെൽഫ് മോട്ടിവേറ്റഡ് ആക്കുക ലൈഫിൽ. അപ്പോൾ എന്നിട്ട് നമ്മൾ ഒരു ചിക്കൻ മൈൻഡ് സെറ്റ് മാറ്റുക. ചിക്കൻ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്, ചിക്കനായിട്ട് ഇഫ് യു തിങ്ക് ലൈക്ക് എ ചിക്കൻ യു വിൽ ഫ്ലൈ ടിൽ ദ ഗ്രൗണ്ട്, ത്രൂ ദ ഗ്രൗണ്ടാണ്. നമ്മൾ ഗ്രൗണ്ട് വരെ ഫ്ലൈ ചെയ്യുള്ളൂ. ബട്ട് ഇഫ് യു തിങ്ക് ലൈക്ക് ആൻ ഈഗിൾ ക്യാൻ സോർ ത്രൂ ദ സ്കൈസ് എന്നാണ് പറഞ്ഞത്. അത് എൻ്റെ ഒരു ഫേവറേറ്റ് മെൻറ്റർ, എൻ്റെ മൈ ബെസ്റ്റ് മെൻറ്റർ എന്നൊക്കെ പറയാം. അങ്ങനെ പറഞ്ഞ കോട്ടാണ്. You know his name, you can mention in the comments. So you have to think like an eagle and fly through the skies, and you can visualize your dreams and turn into a reality with pure intentions and a pure heart, and forgive each and everyone in your life and be the best in your life. നമ്മൾ മരിച്ചു പോകുമ്പോൾ വി ഷുഡ് ബി ദ ബെസ്റ്റ് ഹ്യൂമൻസ് ആൻഡ് വി ഷുഡ് ബി നോൺ ബൈ അവർ നെയിം, വി ഷുഡ് ഹാവ് അവർ ഐഡൻറ്റിറ്റി ആൻഡ് എവറിത്തിങ് ഇൻ അവർ ലൈഫ്. താങ്ക് യു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു for another day of Ramadan. Thank you for everyone. Thank you for listening to me. Thank you.